കേരള MVD ആണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. നോ സീ, ഇത് കേരളത്തിലാണെങ്കിൽ എപ്പം കൈയാട്ടി എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തമിഴ്നാട് കുറച്ചൊക്കെ റിലാക്സ്ഡ് ആണ്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അറിയാലോ. അപ്പോൾ ആദ്യം അവർ ഗോപ്രോ നിരോധിച്ചു, ഇപ്പോൾ ദാ ഇന്റർകോം നിരോധിച്ചാണ്. അപ്പം വേൾഡിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം കേരള MVD ആണ്. വേൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിരോധിച്ചിട്ടോ. ലോകത്തില്ലാത്ത നിയമങ്ങളാണ് അവർ നമുക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ റെയ്ഡ് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇന്റർകോമിൻ്റെ ആവശ്യം വരുന്നത്. കാരണം നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇന്റർകോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് റൈഡ് പോകുമ്പോൾ പൊതുവെ മുന്നിലൊരാൾ ലീഡ് ചെയ്യും. ആ ലീഡ് ചെയ്യുന്ന ആൾ ബാക്കിലുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു ഇന്റർകോം വഴിയുണ്ടാവും. നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ഒട്ടുമിക്ക ആളുകളടുത്തും ഇന്റർകോം ഉണ്ടാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പം മുന്നിൽ ഒരു വളവോ കാര്യങ്ങൾ വരുമ്പോൾ ഫ്രീ ആണോ, ബാക്കിലുള്ളവർക്ക് കയറിപ്പോകണോ എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ഇന്റർകോം വഴി. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് നിരോധിച്ചത് എന്നാണ് എനിക്ക് അറിയാത്തത്. 1000 രൂപയാണ് ഇത് യൂസ് ചെയ്താലുള്ള ഫൈൻ എന്നാണ്. അപ്പോൾ ഇനി ആക്സസറീസ് മാർക്കറ്റുകളിലൊക്കെ ഈ ഇന്റർകോം വിൽക്കുന്നതും നിരോധിക്കേണ്ടി വരും. ടാക്സും കൊടുത്തിട്ടാണല്ലോ നമ്മളിത് വാങ്ങുന്നത്.